അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് എല്ലാവരുടെയും വിശേഷം? ഹൃദ്യമായൊരു ജീവിതം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവർക്കും റസാ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് കാണാം. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലേ, പ്രാർത്ഥനയ്ക്കേറെ ഉത്തരമുള്ളൊരു ദിവസം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ദുആകളെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങളല്ലേ എല്ലാവരും അനുഭവിക്കുന്നത്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു കാവൽ നൽകട്ടെ. വിശിഷ്യ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ ഫലസ്തീനിൽ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് ബലം നൽകുമാറാകട്ടെ. അല്ലാഹു അവർക്ക് വിജയം നൽകുമാറാകട്ടെ. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് പല കാര്യങ്ങൾക്ക് വേണ്ടി. കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകാൻ, മക്കൾ ലഭിക്കാൻ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം വിഷയങ്ങളിൽ നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലേ. നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ ഇതുപോലെ പ്രാർത്ഥിക്കണം. ഒരു 9 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ദുആ അല്ലാഹു തആല തട്ടിക്കളയില്ല എന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹൃദ്യമായി ദുആ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അവസാനം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നവരെങ്കിൽ ഈ 9 കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ദുആ ചെയ്യാറെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ 9 വിഷയങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തേത്, നമ്മൾ ദുആ ചെയ്യുന്നതിന് മുൻപ് ഹംദും സ്വലാത്തും പറയുക. ഏത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾ അല്ലാഹുവിനോട് ദുആയിരുന്നു. പക്ഷേ ആദ്യം എന്ത് പറയണം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രണ്ടാമത് മുത്തുനബിയുടെ പേരിലൊരു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. ഏതെങ്കിലും ഒരു സ്വലാത്ത് ഇല്ല. എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയാം. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഈ പ്രാർത്ഥന വാനത്തിനും ഭൂമിക്കുമിടയിൽ ഇങ്ങനെ തടയപ്പെട്ട് നിൽക്കും. ഇല്ല സ്വലാച്ച അലയ്യ, എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് വരെ അതങ്ങനെ നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഹംദ് സ്വലാത്ത് കൊണ്ട് ദുആ ആരംഭിക്കുക. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന 99 നാമങ്ങൾ നമുക്കറിയാം അല്ലേ. ആ 99 നാമങ്ങളിൽ ഏതെങ്കിലും ഒരു നാമം ഉൾപ്പെടുത്തിയിട്ടെങ്കിലും ദുആ ചെയ്യുക. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നില്ലേ, നിങ്ങൾ അസ്മാഉൽ ഹുസ്ന കൊണ്ട് അള്ളാഹിനോട് ചോദിക്കൂ, പടച്ചറബ് തട്ടില്ല എന്നാണ്. അസ്മാഉൽ ഹുസ്ന മനഃപ്പാടമാക്കുന്നവർക്ക് വലിയ പദവി സ്വർഗ്ഗത്തിലുണ്ടെന്നാണ്. 99 നാമങ്ങൾ ആർക്കെങ്കിലും മനഃപ്പാടമുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാവർക്കും മനഃപ്പാടമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. 99 ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അത്രമേൽ ഹൃദ്യം. ഇനി അതിനൊന്നും കഴിയില്ലെങ്കിൽ ഒരു ഇസ്മെങ്കിലും അള്ളാഹുവിൻ്റെ റഹ്മാനായ റബ്ബേ, റഹ്മാനായ റബ്ബേ, റഹീമായ റബ്ബേ, അങ്ങനെ നിങ്ങൾക്കറിയുന്ന അസ്മാഉൽ ഹുസ്നയിലെ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ സ്വീകരിക്കാൻ സാധ്യതയേറെയാണ്. നമ്മുടെ ഇഖ്ലാസിനനുസരിച്ച് സ്വീകാര്യത ചിലപ്പോൾ ഉറപ്പ് തന്നെയാണ്. ഓക്കെ. മൂന്നാമത്തേത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളാണ് ആവശ്യക്കാർ, അല്ലാഹു അല്ല. ആരാണ് ആവശ്യക്കാർ? നമ്മളാണ്. നമ്മുടെ ദുആ കൊണ്ട് പടച്ചവനും വല്ല ആവശ്യമുണ്ടോ? ഇല്ല, നമ്മളാണ് ആവശ്യക്കാർ. അതുകൊണ്ട് തന്നെ എൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറച്ച ബോധ്യത്തോടുകൂടെ, വേണമെങ്കിൽ പടച്ചവൻ തരട്ടെ എന്നല്ല, എനിക്ക് കിട്ടും, എനിക്കുത്തരം ലഭിക്കുമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടെ ചോദിക്കണം. അത് ചോദിക്കുമ്പോൾ ഒരു ഉടമയുടെ മുമ്പിൽ അടിമ ചോദിക്കണത് പോലെ വിനയവിധേയനായി ചോദിക്കണം, വിനയാന്യതനായി ചോദിക്കണം. ചില ആളുകളൊക്കെ ഇല്ല, പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് വരക്കുമ്പോഴത്തേക്കും ഈ നമ്മളിങ്ങനെ കയ്യൊന്ന് ഉയർത്തി ഇങ്ങനെ ദുആ ചെയ്യുക പോലുമില്ല, ഇതിങ്ങനെ ആമീൻ, ഓ എന്തൊരു കഷ്ടപ്പാട് ആമീൻ പറയാനായിട്ട്. ഇനി ചില ആൾക്കാർ ആമീൻ ദുആ തീരണല്ലോ അടച്ചോനെ, വലിയാരും എന്തോട്ട് എങ്ങനെ ദ്വാരക്കണേ. അതിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണോ? ആർക്ക് വേണ്ടിയിട്ടോ ദുആ ചെയ്യണം അല്ലേ? ആരോടെ ദുആ ചെയ്യുക? റബ്ബിൻ്റെ. നമ്മളിപ്പോൾ ഒരാളോട് സാധനം മേടിക്കാൻ ചെല്ലുമ്പോൾ, ഇപ്പോൾ വേണ്ട, ഇപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കാര്യത്തിന് വേണ്ടി കാണാൻ, ഒരു അവാർഡിന് വേണ്ടി നമ്മൾ ചെല്ലുകയാണ്. മുഖ്യമന്ത്രിയുടെ നിന്ന് അവാർഡ് സ്വീകരിക്കണത് അങ്ങോട്ട് തന്നേക്ക്, വേണം ഞാൻ മേടിച്ചോളാം, ഇങ്ങനെ അങ്ങോട്ട് മേടിച്ചിരിക്കുകയാണോ? ഇല്ല, എത്ര അതബോടുകൂടെ നമ്മൾ മേടിക്കും. എന്നാൽ ഈ മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും ലോകത്തെ മുഴുവൻ പടച്ച് പരിപാലിക്കുന്ന റബ്ബുൽ ആലമീൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കണേ. ദ്വാരക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കാതെ കൈ ഉയർത്തി അതബോടെ റബ്ബിൽ നിന്ന് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിക്കണേ. അങ്ങനെയുള്ളവർക്ക് ദുആന് ഉത്തരം കിട്ടും. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നാലാമത്തേത്, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയാം. എന്നിട്ട് ചോദിച്ചു നോക്കിയേ, പടച്ചവനെ നീ എനിക്ക് എത്ര അനുഗ്രഹങ്ങൾ തന്നു വന്ന അല്ലാ, ഞാൻ നന്ദിയുള്ളവനാണ്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലേ. എനിക്ക് നല്ലൊരു വീട് തന്നു, എനിക്ക് വാഹനം തന്നു, നല്ലൊരു ഇണയെ തന്നു, മക്കളെ തന്നു, അതവുള്ള മക്കളെ തന്നു, അൽഹംദുലില്ലാ. എനിക്ക് കുടിക്കാൻ വെള്ളം തന്നു, അൽഹംദുലില്ലാ. പടച്ചവനെ അത് നിലനിർത്തി തന്നെ അല്ലാ. ദേ റബ്ബേ, എനിക്ക് ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഇന്നാലിൻ്റെ പ്രശ്നങ്ങളുണ്ട്, നീ തന്നെ എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന നീ തന്നെ അതൊക്കെ ഇല്ലാതെയാക്കി ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി റാഹത്തായ ജീവിതം നൽകണേ അല്ലാ എന്നാണ്. എത്രമേൽ ഹൃദ്യമായൊരു പ്രാർത്ഥന ആയിരിക്കും അത് അല്ലേ. അഞ്ചാമത്തേത്, നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്ത നന്മകളുണ്ടെങ്കിൽ ആ നന്മകളെ മുൻനിർത്തി ദുആ ചെയ്താൽ, ആ നന്മകളെ തവസ്സുലാക്കി ദുആ ചെയ്താൽ
അള്ളാഹു സ്വീകരിക്കാൻ എളുപ്പമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്വതക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ, പടച്ചവനെ ഞാൻ ആ സ്വതക്ക ചെയ്തത് നിനക്ക് വേണ്ടിയിട്ടാണല്ല, നാട്ടുകാരെ കാണിക്കാനല്ല, നിനക്ക് വേണ്ടി ചെയ്തതാണ്. ആ സ്വതക്കയെ മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു, അല്ലാ എൻ്റെ കടങ്ങൾ നീ വീട്ടണേ അല്ലാ. അങ്ങനെ നമ്മൾ ചെയ്തത് ഏത് നന്മയാണെങ്കിലും ആ നന്മയെ മുൻനിർത്തി നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ കൈവിടുകയില്ല, അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. സ്വഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. 3 മനുഷ്യരിങ്ങനെ യാത്ര പോയി, അവരിങ്ങനെ ഒരു ഗുഹാമുഖത്തെത്തിയപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അകത്ത് നിന്നതാണ്. അകത്തേക്ക് കയറി മുകളിൽ നിന്ന് പാറ വന്ന് ഗുഹ മൂടിപ്പോയി. ലാസ്റ്റ് അവർ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞപ്പോൾ തന്നെത്താൻ പാറയങ്ങ് നീങ്ങിപ്പോയ സംഭവം ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തന്നെ ഹദീസായി ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത നന്മകൾ അത് ഇഖ്ലാസുള്ള നന്മയാണെങ്കിൽ അത് മുൻനിർത്തി ചോദിച്ചാൽ അള്ളാഹു നൽകുന്നവനാണ്. 6-ാമത്തേത്, അള്ളാഹിനെ കുറ്റപ്പെടുത്തരുത്. നമ്മൾ ദുആൻ്റെ ഇടയിൽ പടച്ചോനെ ഞാൻ അവനും കൂടെ ഒരുമിച്ചാണ് ആ കമ്പനിക്ക് കയറിയതല്ല, എന്നിട്ട് അവന് മാത്രം നല്ല സാലറി, അവന് മാത്രം നല്ല കുടുംബം, എന്നെ നീ ഇങ്ങനെ ആക്കി കളഞ്ഞല്ലോ അല്ല, എന്നെ ഇങ്ങനെ ആക്കല്ലേ അല്ല. അവിടെ അള്ളാഹിനെ കുറ്റപ്പെടുത്തി. അള്ളാഹിനെ കുറ്റപ്പെടുത്തല്ലേ. എപ്പോഴും നമ്മൾ ദുനിയാവിൻ്റെ വിഷയത്തിൽ താഴേക്ക് നോക്കണം. നമ്മളെങ്ങനെയാണ് ചെയ്യുക? ആഖിറത്തിൻ്റെ വിഷയത്തിൽ താഴേക്കും നോക്കും, ദുനിയാവിൻ്റെ വിഷയത്തിൽ മേലോട്ടും നോക്കും. അവർ തോറ്റു പോകുന്ന ദുനിയാവിൻ്റെ വിഷയത്തിൽ താഴേക്ക്, പടച്ചവനെ എനിക്ക് താമസിക്കാൻ, എനിക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ട്. സ്വന്തമായി വീടില്ലാത്ത എത്രയോ മനുഷ്യർ. വാടകക്കാണെങ്കിൽ ഒരു വീടുണ്ടല്ല, അങ്ങനെ പോലും കഴിയാതെ കടയുടെ തെരുവുകളിൽ കിടക്കുന്ന, തെരുവോരങ്ങളിൽ കിടക്കുന്ന എത്ര മനുഷ്യരുണ്ടല്ല. നീ എന്നെ അങ്ങനെ ആക്കിയില്ലല്ലോ റബ്ബേ. കണ്ടോ, അള്ളാഹിനെ പുകഴ്ത്തിയിട്ട് ചോദിക്കുക, അള്ളാഹിനെ കുറ്റപ്പെടുത്തി ചോദിക്കരുത്. പടച്ചോ തരൂല. മനസ്സിലാകുന്നുണ്ടോ? അള്ളാഹിനെ കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുത്താൻ പാടില്ല റബ്ബിനെ. അള്ളാഹു ചെയ്യുന്നതൊക്കെ നമുക്ക് ഖൈറാണ്. മനസ്സിലാകുന്നുണ്ടോ? അള്ളാഹ് വിധിച്ചതൊന്നും നമുക്ക് ലഭിക്കാതെ പോകില്ല. ഓക്കെ, 7-ാമത്തേത്, ഒരു മനുഷ്യനും എതിരായിട്ട് ദുആ ചെയ്യരുത്. പടച്ചോനെ അവന് മാത്രം ഇങ്ങനെ കൊടുക്കല്ലേ അല്ലാ, അവനൊക്കൊന്നും നശിച്ചുണ്ടായിരുന്നെങ്കിൽ. ചിലപ്പോൾ പറയൂല, ദുആൻ്റെ ഇടയിൽ മനസ്സിലുണ്ടാവും, അല്ലാ എൻ്റെ അയൽവാസി അവൻ എത്ര നല്ല കാറ് വാങ്ങിയിട്ടുള്ളത്, പടച്ചോൻ എനിക്കും കാറ് വാങ്ങാൻ അവസരം തരണേ അല്ല. കുഴപ്പമില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, അവൻ്റെ ഒരു കാറ് അതങ്ങോട്ട് വല്ല ആക്സിഡൻറ്റിൽ ചതഞ്ഞറിഞ്ഞു പോയിരുന്നെങ്കിൽ പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കണ മനുഷ്യരുണ്ട്. മനുഷ്യൻ്റെ മനസ്സല്ലേ. പിശാച് നമുക്കെപ്പോഴും ദുർബോധനം നടത്തുന്നവനാണ്. ഒരാൾക്കെതിരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ലഭിക്കില്ല എന്ന് മാത്രമല്ല, നമ്മളും അതുപോലെ അവന് ലഭിക്കുന്ന അപകടത്തിൽ നമുക്ക് ചിലപ്പോൾ പങ്കുണ്ടാകാം. അല്ലാഹു റബ്ബുൽ ആലമീൻ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമുക്കെന്താണോ പടച്ചോൻ വിധിച്ചത് അത് കിട്ടും. നമുക്ക് പടച്ചോൻ ഇത്ര പൈസ വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അസൂയ വെച്ചത് കൊണ്ട് നമുക്കത് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ കിട്ടുകയോ ചെയ്യണമെന്നില്ല. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊരാളോട് അസൂയ വെച്ചതുകൊണ്ട് അയാൾക്കൊന്നും കുറഞ്ഞൊന്നും പോകില്ല. നമുക്ക് വിധിച്ചതേ നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ 8-ാമത്തെ കാര്യം, നിൻ്റെ കാര്യം നീ ദുആ ചെയ്യുന്നതിന് മുൻപ് മറ്റുള്ളവരുടെ കാര്യം പറയുക. നിൻ്റെ കാര്യം നീ ദുആ ചെയ്യുന്നതിന് മുൻപ് മറ്റുള്ളവരുടെ കാര്യം പറയാം. അതെങ്ങനെയാണ്? മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അതിന് ആമീൻ പറയാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് നീ ഇപ്പോൾ നിൻ്റെ ഒരു സഹോദരന് വേണ്ടി ദ്വാരക്കണം, പടച്ചോനെ എൻ്റെ അയൽവാസിക്ക് നീ ബറക്കത്ത് ചെയ്യണേ, അതിനുവേണ്ടി ദുആ ചെയ്യാൻ, ആമീൻ പറയാൻ 2 മലക്കുകളെ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. ആ മലക്കുകൾ ആമീൻ പറയുക മാത്രമല്ല, അവരിങ്ങനെ കൂടെ ദ്വാരക്കും, പടച്ചോനെ ഈ മനുഷ്യൻ തൻ്റെ സഹോദരന് വേണ്ടി എന്താണോ ചോദിക്കുന്നത് അത് നീ ഇയാൾക്കും കൊടുക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ ദ്വാരക്കാണ്, പടച്ചോനെ എൻ്റെ അയൽവാസിയെ നന്നാക്കണേ അല്ല, അവർക്ക് നീ ബറക്കത്ത് ചെയ്യണം. ഇങ്ങനെ ഏതെങ്കിലും മനുഷ്യൻ ദ്വാരക്കൂല. പക്ഷേ ശരിക്കും ദ്വാ ചെയ്താൽ നമ്മൾ വിജയിക്കും. ദ്വാ ചെയ്തില്ലെങ്കിൽ നമ്മൾ വിഡ്ഢികളാ, മണ്ടന്മാരാ. കാരണം എന്താ? ഈ ഹദീസ് നോക്കിയേ. അതായത് നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്താൽ നിങ്ങൾ എന്താണോ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. സുഖമല്ലേ? പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പടച്ചവനെ എൻ്റെ അയൽവാസിക്ക് ബറക്കത്ത് ചെയ്യണേ അല്ല, എൻ്റെ അയൽവാസിയുടെ വീട്ടിൽ ഹൈർ നൽകണേ അല്ല, ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ അവർക്കും കിട്ടും നമുക്കും കിട്ടുമെന്നാണ്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട്, അല്ലെങ്കിൽ ലോക മുസ്ലിംകൾക്ക് അല്ലാഹുവേ ലോക മുസ്ലിംകൾക്ക് സമാധാനം നൽകണേ അല്ല. ഇപ്പോൾ നമ്മുടെ ഫലസ്തീനിലെ മക്കൾ, അല്ലാഹുവേ നീ അവർക്ക് വിജയം നൽകണേ അല്ല. എന്നിട്ട് നമ്മുടെ കാര്യം പറഞ്ഞു നോക്കി. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് നമ്മുടെ കാര്യം പറഞ്ഞാൽ സ്വീകരിക്കാൻ സാധ്യതയേറെയാണ്. ഓക്കെ, 9-ാമത്തേത്, പ്രാർത്ഥന അവസാനിക്കുമ്പോൾ തുടങ്ങിയതുപോലെ തന്നെ ഹംദും സ്വലാത്തും കൊണ്ട് തന്നെ അവസാനിപ്പിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പറഞ്ഞ 9 കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്തുകൊണ്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ ദുആ തള്ളപ്പെടുകയില്ല, അള്ളാഹു സ്വീകരിക്കുമെന്നത് ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പ്രാർത്ഥനകൾ ഇவ்விധം കൃത്യമാക്കാനും സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനകളാക്കി മാറ്റാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ.